ഒരു സാധനം ഈ ഒരു സബ്ജക്ട് ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്കും കൂടെ ആവശ്യമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഈ സബ്ജക്റ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് വരാനുള്ള കാരണം എന്തായി? സബ്ജക്റ്റിലേക്ക് വരാനുള്ള ഒന്നാമത്തെ കാരണം ഞാൻ എൻ്റെ രാജ്യത്തെയും അല്ലെങ്കിൽ എൻ്റെ നാടിനെയൊക്കെ ഭയങ്കര സ്നേഹിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടായ ചില ഈ 2-3 വർഷം മുന്നേ ഉണ്ടായ ചില കാര്യങ്ങളെ റിലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനൊരു കാര്യം ചെയ്താലോ. കാര്യം അതുമാത്രമല്ല, നമ്മൾ കുറേ നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ പല സ്ഥലത്തുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് തലങ്ങളിൽ ഒരുപാട് ചർച്ചകൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റ് അതൊരു പോയിന്റിലേക്ക് പോയി എത്തിയിട്ടില്ല എന്ന് നമുക്ക് തോന്നി. അപ്പോൾ അതിനൊരു സ്പേസ്, എപ്പോഴും സിനിമ നമ്മൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒപ്പം നമുക്ക് സമൂഹത്തിലേക്ക് കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് നോക്കാം. അങ്ങനെ അലക്സ് സാറായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ സാറിൻ്റെ സൈഡിൽ നിന്ന് സാറൊരു വേറൊരു കാര്യം കൂടി പറഞ്ഞു. അങ്ങനെ കണക്ട് ചെയ്ത് പ്രൊഡ്യൂസേഴ്സ് എത്തിയപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഒരു നല്ല സിനിമ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം എല്ലാവർക്കും ഉണ്ടല്ലോ. ഒരു സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബിസിനസ്, ഓഫ്കോഴ്സ് അത് തന്നെയാണ് സിനിമയുടെ നിലനിർത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം നല്ലൊരു സിനിമ ചെയ്യാന്നുള്ള ആഗ്രഹമായിട്ട് നിൽക്കുന്നത് കറക്റ്റ് സമയത്താണ് ഞാൻ പോയി ലാൻഡ് ചെയ്തത്. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മൾക്ക് തീർച്ചയായിട്ടും ചേട്ടൻ ചോദിച്ച പോലെ ഇത് ഇപ്പോഴല്ല ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം നടക്കാൻ പോകുന്നത്. ആഫ്റ്റർ 5 years 10 years അതിൻ്റെ വലിയൊരു ബുദ്ധിമുട്ട് നമ്മുടെ ഇടയിൽ ഇപ്പം തന്നെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ഒപ്പം ഒരുപാട് ആൾക്കാർക്ക് ഇത് നല്ലതായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് കുറേ നാൾ മുന്നേ. സ്റ്റിൽ ഇത് ഭയങ്കര വലിയ പ്രോബ്ലമാണ്. അതെന്താണെന്നുള്ള കറക്റ്റ് നമുക്ക് സിനിമ അറിയാം. ഉറപ്പായിട്ടും നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ അനുഭവങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ ചില ആൾക്കാർ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തോന്നിയത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഇതെന്താണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്നുള്ള, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ നമ്മളതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോഴാണ് ഇങ്ങനെ കുറച്ച് ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുമ്പോൾ ശരിയാണ്, ഇത്ര ഇഷ്യൂസ് ഉണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, നിങ്ങൾ പുറത്തുനിന്ന് കാണുന്ന ആ മോഡിയൊന്നും അല്ല, ഇതൊന്നും അല്ലാത്ത അപ്പുറത്തൊരു ലോകമുണ്ട്, ഇതിൽ കുറേ ആൾക്കാർക്ക് കുറേ ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സിനിമ ക്ലൈമാക്സിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ നാട്ടിൽ അറിയാത്ത കുറേ കാര്യങ്ങൾ പുറത്ത് സംഭവിച്ചിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് സിനിമ വിജയത്തിൽ പോയിക്കൊണ്ടേ ഫ്രണ്ട്സ് അടുത്ത സൂപ്പർ ഹിറ്റിലേക്കുള്ള ആരോപമാണ് ഈ സിനിമ. എനിക്ക് അങ്ങനെ തോന്നുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. നമ്മളില്ലേ ഓടുന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്ന വലിയ കാര്യമാണ്. എനിക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയിൽ. കാരണം ഇതിൻ്റെ തീം, ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ഒരു വീട്ടിലൊരാൾക്കെങ്കിലും റിലേറ്റഡ് ആകുന്ന വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർ സംസാരിക്കുന്ന, പറയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതും പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ ഇതിന് വലിയ സാധ്യതയുണ്ട്. അച്ഛനും മോനുമായിട്ടാണല്ലോ സിനിമയില് ഇപ്പൊ മിക്ക ആളുകളുടെ അച്ഛനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അച്ഛനും മോനുമുള്ള കോമ്പയങ്ങളുണ്ട്. സിനിമ കണ്ടിട്ട് ഞങ്ങൾ തീരുമാനിച്ചു ഇപ്പം ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? നല്ല കോമ്പയറാണ്. അതുകൊണ്ടാണ് ഞാൻ അടുത്തിരിക്കുന്നത്. കാരണം അന്ന് തുടങ്ങിയ ആ അടുപ്പം ഇന്നും ഉണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മകൻ തന്നെയായിരുന്നു രഞ്ജിത്ത്. രഞ്ജിത്ത് വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇമോഷണൽ മുഹൂർത്തങ്ങളും ഇത് രഞ്ജിത്തിനൊന്നും ഇതിനു മുമ്പ് ചെയ്ത സിനിമകളിലെല്ലാം അഭിനയിക്കാറുണ്ട്. എന്നാൽ പോലും ഇത് കുറച്ചുകൂടെ കൂടുതലുണ്ട്. കുറച്ചൊന്നും ഒരു നാട്ടും പുറത്ത് പരിപാടികൾ, പിന്നെ ഇമോഷൻ, ആക്ഷൻ, ഡാൻസ് ഉണ്ട്, ചെറിയ ചെറിയ ലൈറ്റർ ഹ്യൂമർ ഉണ്ട്. ഇപ്പം എല്ലാം ഉള്ളൊരു പടമാണ്. അപ്പം രഞ്ജിത്ത് ഭയങ്കര രസമായിട്ട്, ഇപ്പം ഞാനുമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് സ്ക്രീൻ ഡ്യൂറേഷൻ ഉള്ളത് ഞാനും രഞ്ജിത്തും തമ്മിലാണ്. ഇത് രഞ്ജിത്ത് ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് രസമായിട്ട് അത്ഭുതപ്പെടുത്തി. കാരണം ഒരിക്കലും പോലും ഒരു രഞ്ജിത്ത് മുഖാന്തരോ വീട്ടിലേക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായില്ല. വളരെ നന്നായിട്ട് വെൽ സ്റ്റഡിയിലായിരുന്നു രഞ്ജിത്ത്. എല്ലാവരും നന്നായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു അനുകൂല സാഹചര്യമായിരുന്നു ദൈവം കൊണ്ട്. ഇതുവരെ നിങ്ങളെല്ലാം പൂർണ്ണമായി സപ്പോർട്ട് വേണം. കാരണം ഇതൊരു ഞാൻ പറഞ്ഞത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിയല്ല, നിങ്ങൾ പറയില്ല നിങ്ങളുടെയൊക്കെ വീട്ടിലൊരു ഒരാളെങ്കിലും വെച്ച് ഈ സിനിമയിൽ ഒരാളുണ്ടാവും. ഉറപ്പായിട്ടും നിങ്ങളിൽ ഒരാളുണ്ടാവും. ഇപ്പം ഹൈദരാലിയുടെ പേരൻസോ ഹൈദരാലിയുടെ ആൾക്കാർ ആഗ്രഹിച്ച ഒരു സ്ഥലത്തായിരിക്കില്ല ഹൈദരാലി ഇപ്പോൾ എത്തിയിരിക്കുന്നത്, അല്ലേ? പക്ഷെ ഹൈദരാലി ഹാപ്പി ആയിരിക്കും. ഇപ്പം നമ്മൾ ഹാപ്പിയാണോ വീട്ടുകാർ ഹാപ്പിയാണോ? വീട്ടുകാർ ഹാപ്പിയാണോ നമ്മൾ ഹാപ്പിയാണോ? വീട്ടുകാരാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടുകാരെ ഹാപ്പിയാക്കാൻ വേണ്ടി നമുക്ക് വളരെ സഫർ ചെയ്യാം. ഇല്ല വീട്ടുകാർക്ക് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി സഫർ ചെയ്യാം. ഇങ്ങനെ ഞാൻ പറയാം, സ്നേഹം കൊണ്ടുള്ള പരസ്പരമുള്ള ഒരു മത്സരമാണ് ഈ സിനിമ.
നോർമലി ഇപ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കോളേജ് സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഓൾറെഡി പ്രേക്ഷകം ഒന്നെങ്കിൽ ലവ് സ്റ്റോറി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോളേജ് രാഷ്ട്രീയം അങ്ങനത്തെ ഒരു സിനിമകളായിരിക്കും. അങ്ങനെ ഒരു ക്ലീശ ബ്രേക്ക് ചെയ്യുന്ന ആണെന്നൊരു ഫീലിംഗ് ആ ട്രെയിലർ കണ്ടപ്പോൾ കിട്ടി. ശരിക്കും അങ്ങനെയല്ലേ? ബ്രേക്ക് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, നമ്മളിവിടെ ഇപ്പോൾ യൂത്തിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, യൂത്തിന്റെ സിനിമ എപ്പോഴും ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ കുറച്ച് ഇടി വയലൻസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സിനിമകൾ വിജയിക്കുന്നുണ്ട്, എല്ലാം നല്ലതാണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് ഇപ്പൊ ഈ റീസെന്റ് ഒരുപാട് 2K കിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ട്രോളുകൾ ഒരു വയലൻസിന് മാത്രമാണ്, അതല്ലാത്ത കുറെ ആൾക്കാരുണ്ട്, കുറെ നല്ല പിള്ളേരുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ലാതെ നമ്മുടെ യൂത്തിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ പെരുമ്പളന്നാണ് എൻ്റെ നാട്ടിൽ പേര്. അവിടെ ഈ ക്ലബ്ബുകൾ പിള്ളേരുടെ PSC കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നൈറ്റ് അവർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ പോലീസിലേക്കും അല്ലെങ്കിൽ LD ക്ലർക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ സിനിമയിൽ ഇപ്പൊ ലവ് സ്റ്റോറി ആണോ വെച്ചാൽ ഒന്നുമില്ല, വളരെ മൈന്യൂട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഇതില് നമുക്ക് യൂത്തിന് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് പക്ഷേ സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയുടെ ഇടയിൽ കൂടി പറഞ്ഞാണ് സത്യമാണ്. ഇത് റിലീസ് ചെയ്തിരിക്കുന്ന ദിവസവും പക്ഷേ എന്താ പറയുക, ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന പോലെ ശരിക്കും ഒരു എന്താ പറയാ ഏറ്റുമുട്ടൽ തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഏറ്റുമുട്ടലിനേക്കാളപ്പുറത്ത് നമുക്ക് നമ്മുടെ സിനിമയിൽ നല്ല വിശ്വാസം ഒന്ന്. രണ്ടാമത്തെ കാര്യം മാറ്റി വെച്ചിരുന്നെങ്കിൽ സേഫ് ഇല്ല, അങ്ങനെ ഒരു തോന്നലില്ല. അങ്ങനെ ഒരു വെല്ലുവിളിയൊന്നുമല്ല, അങ്ങനത്തെ ഒരു പരിപാടിയല്ല നമ്മൾ. കാരണം വെച്ചാൽ നമ്മളുടെ കോൺഫിഡൻസ് വെച്ചാൽ നമ്മളുടെ കൂടെ വരുന്ന ഒരു സിനിമയും നമ്മുടെ ജോണറിൽ പെട്ടല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഈ സിനിമ കണ്ട് തീരുമ്പോൾ നിങ്ങളായാലും അത് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസമാണ്. നിങ്ങളായാലും ഒന്ന് ചിന്തിക്കും, ഓ ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിന് എന്തല്ലേ, ഓ ശരിയാണല്ലേ, അത് തന്നെയായിരിക്കും നമ്മളെ ഏറ്റവും വലിയ സക്സസ്. ഈ സിനിമയിൽ എല്ലാം ആക്ഷൻ ഉണ്ട്, ഇമോഷൻ ഉണ്ട്. എനിക്ക് താങ്കളുടെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൽബ് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഒരു സിനിമയിലേക്ക് ഞാൻ താങ്കൾ ഇമോഷൻ എനിക്ക് വർക്ക് ചെയ്ത കൽബാണ്. അതിന് വേറെ സിനിമകളുണ്ട്. ഇതില് ഇപ്പൊ അച്ഛൻ എന്ന സ്ഥാനത്ത് നിന്ന് ഈ സിനിമയുടെ ക്യാരക്ടറാണ് പറയുന്നത്, ഒരു ഇമോഷൻ വർക്ക് ചെയ്യുമ്പോൾ ജോണിച്ചേട്ടൻ എന്റെ വലിയൊരു വേദന ഉണ്ടായിട്ടുള്ളൂ. അത്തരം ഒരു സീനുകൾ ചെയ്യുമ്പോൾ എന്തായിരുന്നു തോന്നിയത്? വീട്ടിലെ തൊട്ടടുത്ത അമ്മയാണ് ഇരിക്കുന്നത്, എന്താണ് തോന്നിയത്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇതിൽ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും ഒരുമിച്ചുള്ള സ്ക്രീൻ ടൈം ഉള്ളത്. കാരണം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലൈറ്റ് ഹാർട്ടഡ്, സെക്കൻഡ് ഹാഫിലെ കുറച്ച് പരിപാടിയിലൂടെ കുറച്ച് കടത്തുന്ന ഈ കഥ. അപ്പോൾ അത് ഒരുപാട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന മോമെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ കൊടുക്കൽ ഭാഗം എന്ന് പറയുമ്പോൾ കോമഡിയിൽ മാത്രമല്ല അപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോൾ ഇമോഷൻ സീക്വൻസിൽ ചിലപ്പം ജോൺ ചേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ആയിരിക്കും, അത് ഞാൻ ചിലപ്പോൾ അറിയാതെ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ആയിരിക്കും അത് ക്യാപ്ചർ ചെയ്ത്. അങ്ങനെ ഒരുപാട് നാച്ചുറൽ ആയിട്ട് ഒരുപാട് ഡൈനാമിക്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുക, ഈ 4 പടങ്ങൾ ഞാൻ ചെയ്തത് എന്നെ ഒരു ആക്ടറായിട്ട് ഏറ്റവും യൂസ് ചെയ്ത 2 പടങ്ങൾ കൽബും ഒരെണ്ണം UK ഒക്കെ ആയിരിക്കും. എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഹോപ്പ്ഫുള്ളി ഓഡിയൻസ് അങ്ങനെ സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു. പക്ഷെ ശരിക്കും എന്നെ ഒരുപാട് ഒരു ആക്ടറിന്റെ നിലയിൽ എന്നെ യൂട്ടിലൈസ് ചെയ്ത് ചാലഞ്ച് ചെയ്ത ഒരു പടം തന്നെ UK ഒക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ജോണിച്ചേട്ടൻ പറഞ്ഞതല്ല, എനിക്കൊരു സന്തോഷം എന്റെ പേരൻസിനായി എന്ന് പറഞ്ഞല്ലേ, സ്വന്തം വീട്ടിൽ താങ്കൾ എങ്ങനെയായിരുന്നു ആ ഒരു സന്തോഷം ഈ സിനിമ കാണുമ്പോൾ താങ്കൾക്കാണ് ഉണ്ടാകുന്ന, അച്ഛനും അമ്മയ്ക്കായിരിക്കും ഉണ്ടാകുന്നത്? എനിക്കൊന്ന് രണ്ടും അവർക്കൊരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. കാരണം ഞാൻ ശരിക്കും ഒരു BTech ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ്, ഞാൻ കഷ്ടിച്ചത് പാസ്സായത്. പക്ഷേ ഡെഫിനറ്റ്ലി അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു രണ്ടുപേരും. ഇതുപോലെ ഈ കലാമേഖലത്തിലൂടെ എനിക്കുള്ള ഒരു പാഷൻ അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് നിലവിൽ എത്താൻ പറ്റത്തില്ല. അതിന്റെ ഒരു തിരിച്ചറിവ് കാരണം എനിക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് ഇത് പെർസ്യൂ ചെയ്യാൻ ഒരു മേഖല കിട്ടിയത്. സോ അത് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആണ്. പിന്നെ ഞാൻ ഒരിക്കലും ഞാനത് ഗ്രാജുവേറ്റ് എടുക്കത്തില്ല. ഏത് പഠനം ചെയ്തും ഞാൻ എന്റെ ബെസ്റ്റ് എഫേർട്ടാണ് പുട്ട് ചെയ്യുന്നത്. ഇതുവരെ നല്ല സ്വീകരണമാണ് കിട്ടിയത്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് വിശ്വസിക്കുന്നു. സോ നോക്കാം. ജീവിതത്തിലും കൊടുക്കൽ വാങ്ങുന്നുണ്ട്. അതെ, ഉറപ്പായിട്ടും. അതെ, ഇത് ശരിക്കും ഈ പടം മൊത്തം ഒരു കോമൺ മാൻ്റെ സ്ട്രഗിൾസ്, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും ഒരുപാട് അനുഭവങ്ങളും ഇന്ന് കാണാൻ പറ്റുമെന്ന് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾക്ക്. വീട്ടിലെ അച്ഛനും ഈ അച്ഛനായിട്ടുള്ള വ്യത്യാസം അല്ല, ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ പുള്ളി ശരിക്കും അച്ഛന് വേണ്ടി ജീവിക്കുന്ന ഒരു മോഹനാണ്. കാരണം അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മോഹനാണ്. അപ്പോഴത്തേക്ക് പക്ഷെ പുള്ളിന്റെ ഉള്ളിലൊരു ഫയർ ഉണ്ട്. അത് പുറത്ത് പറയാൻ ഒരു ധൈര്യമല്ല. പക്ഷെ ആ സമൂഹം പുള്ളിനെ അനുവദിക്കുന്നില്ല. കാരണം പുള്ളി എന്തോ അടക്കി പിടിച്ച് ജീവിക്കും അച്ഛന് വേണ്ടി. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുള്ളിയുടെ ഒരു ക്യാരക്ടർ ആർക്ക് കാണുന്നത്. കാരണം ഇപ്പൊ പുള്ളിക്ക് എന്തായാലും നേടിയാലേ പറ്റത്തുള്ളൂ. അതാ ആ ക്യാരക്ടർ ആർക്ക്. എന്നെ സംബന്ധിച്ച് എന്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ കോളേജ് കഴിഞ്ഞിട്ട് ഞാനൊരു ആക്ടർ ആവണമെന്ന് പറഞ്ഞപ്പോൾ അവര് ശരിക്കും പറഞ്ഞപ്പോൾ നീ ഒരു ഡിഗ്രി എടുക്കും, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറ്റുന്ന നീ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അത് എൻ്റെ ഇത് ഓഡിയൻസ് തീരുമാനിക്കുന്ന നീ നിലനിൽക്കണോ വേണ്ടോ. പക്ഷെ ഞങ്ങൾക്ക് പറ്റുന്ന അത്ര സപ്പോർട്ട് ചെയ്യാം, നീ പോയി ചെയ്ത് നോക്കെന്ന് പറഞ്ഞൊരു
ഒരു സപ്പോർട്ടാണ്. ആ വിശ്വാസം കൊണ്ടാണ് ഞാൻ ശരിക്കും ഇതിൽ ഇറങ്ങി തിരിച്ചത്. അതെ. ജോണി ചേട്ടാ ഇവിടെ വരാം. ജോണി ചേട്ടാ കുറച്ചുമ്പോ പറഞ്ഞ പോലെ ഒരു വീട്ടിലെങ്കിലും ഇത് ഒരാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഓരോ സിനിമകളും അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് എന്താ പറയാ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നടന്നിട്ടുണ്ടല്ലോ ഇന്ന് ഓർമ്മിപ്പിക്കുന്ന പല കഥകളും കഥാപാത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ UK ഒക്കെ പോലത്തെ ചിത്രങ്ങൾ വരണമെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ചിത്രങ്ങൾ ഇനി മിസ് ചെയ്യുന്നുണ്ടോ മലയാളത്തിൽ? ഇല്ല, ഒരു കാലത്തും മിസ് ചെയ്യില്ല. കാരണം UK ഒക്കെ വരുന്നു, അടുത്ത വേറെ സിനിമ വരുന്നു. ഉറപ്പായിട്ടും നമ്മളെപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് പിന്നെ തികച്ചും സാങ്കല്പികം മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും ഇപ്പോൾ കുട്ടികൾ മോഹൻ തന്നെ പറഞ്ഞില്ലേ, എല്ലാ സിനിമകളിലും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സാങ്കല്പികം മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകില്ല. കാരണം ജീവിതത്തിന്റെ പച്ചയായ ആവിഷ്കാരം എന്ന് പറഞ്ഞില്ല, പക്ഷേ ജീവിതത്തിന്റെ തന്നെ ഒരു വേറിട്ട ഒരു ആവിഷ്കാരം തന്നെയാണ് സിനിമ. സിനിമ എന്നും സന്ദേശം കൊടുക്കുന്നു, മെസ്സേജ് കൊടുക്കുന്നു, നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം അത് മാത്രം. ആ നമ്മൾ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി സിനിമ എടുക്കുകയല്ല. ഇപ്പം UK ഒക്കെ അങ്ങനെയാണ്, നമ്മൾ ഒരു മെസ്സേജൂടെ അങ്ങനെയല്ല, ആളുകളെ രസിപ്പിച്ചുകൊണ്ടുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു ഫൈനൽ ഒരു ത്രില്ലിംഗ് രസമുള്ള ഗംഭീര സിനിമ തന്നെയായിരിക്കും. ഒരു മോട്ടിവേഷൻ നമുക്ക് തോന്നും എന്തിലൊക്കെ കൊള്ളാലോ എന്ന് തോന്നുന്ന സംഭവം ഉണ്ട് ഇതിനകത്ത്. അങ്ങനത്തെ സ്റ്റോറിയാണ്. യൂത്തിന് ഭയങ്കരമായിട്ട് വർക്കാവും. അതായത് ശരിക്കും ഞങ്ങൾ റീലിലാണ് കണ്ടത്. ദിലീപേട്ടനായിട്ട് ആദ്യത്തെ സിനിമയുടെ എക്സ്പീരിയൻസ് ആയിട്ട് ദിലീപേട്ടന്റെ അനുഗ്രഹം എനിക്ക് റീൽ കണ്ടായിരുന്നു. ദിലീപേട്ടൻ ഫാനാണോ? അതെ അതെ, തീർച്ചയായിട്ടും ആണ്. കുഞ്ഞിലെ ഞാൻ ഡൈ ഹാർഡ് മീശമാധവൻ ഫാനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ, കാരണം ഇതിന്റെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളാന്ന് തോന്നി. അപ്പൊ ഡാൻസിലായാലും ശരി, ഒരു ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആളാന്ന് തോന്നി. എങ്ങനെ ഉണ്ടായിരുന്നു UK ഒക്കെ എന്റെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യങ്ങളുള്ള ഒരു കാര്യമാണ് UK ഒക്കെ. അപ്പൊ അതിന്റെ ഷൂട്ട് ആയിക്കോട്ടെ, ഷൂട്ട് കഴിഞ്ഞുള്ള പ്രൊമോഷൻസ് ആയിക്കോട്ടെ, ഞാൻ ആ എനർജറ്റിക് ആയിട്ട് നിന്നതും ഒക്കെ അതിനോട് അത്രയും ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് കൂടെയാണ്. പിന്നെ ഡാൻസർ ആയതുകൊണ്ട് എല്ലാ സ്റ്റേജിലും ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഞാൻ അപ്പം കയറി ഡാൻസ് കളിക്കും. പിന്നെ അതെ, അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്. പടം ഇറങ്ങി അത് ഓഡിയൻസ് സ്വീകരിക്കുന്ന വരെ ഉണ്ടാവും. ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ദിലീപിന്റെ ഫാൻകളാന്ന് പറയും. അപ്പൊ പലപ്പോഴും ദിലീപേട്ടൻ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് കാണുമ്പോൾ ഒരു ഫാൻകൾ എന്ന ലെവലിൽ എപ്പോഴും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ, വിഷമം തോന്നിയിട്ടുണ്ടോ? വിഷമം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഈ കുറ്റം തെളിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ആരെയും അങ്ങനെ സിനിമകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ സിനിമകൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യുമ്പോഴേ അത് സിനിമ വർക്കാവാത്തോണ്ട് ഓഡിയൻസ് ഉറപ്പായിട്ട് വിമർശിക്കും. അപ്പം അത് ദിലീപേട്ടൻ നല്ലൊരു പെർഫോമൻസ് ആയിട്ട് തിരിച്ചു വരും എന്നുള്ളത്, തിരിച്ചു വരാൻ എങ്ങും പോയിട്ടില്ല. പക്ഷെ എന്നാലും ദിലീപേട്ടൻ ഇനിയും ഇതേപോലെ കലക്കിക്കൊണ്ടിരിക്കും എന്ന് അറിയാം. പുള്ളിക്കാരന്റെ സിനിമകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും, അത് ഓഡിയൻസ് സ്വീകരിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ ഒരു പ്രതീക്ഷയിലാണ്. എന്താണ് കണ്ടു? അതെ, പോയില്ലല്ലോ. അതോടെ പറഞ്ഞേ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പറയാം. പറഞ്ഞില്ല ഇതിനെ അഭിനന്ദിക്കാൻ എത്തിയിരുന്നു നമ്മുടെ സെറ്റില്. അതെ, ഞാൻ ചെന്നിരുന്നു. പ്രിൻസ് കണ്ടതിന് പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി ദിലീപനെ കണ്ടു. ഒരുപാട് സന്തോഷമായിരുന്നു. പറഞ്ഞു, നേരിട്ട് തന്നെ പറയണമെന്ന് തോന്നി. ഈ സിനിമയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ നായകൻ അടിപൊളിയാണ്. നായകനുമായിട്ടുള്ള എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. രഞ്ജിത്തുമായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ പോയി ചേട്ടാന്നൊക്കെ വിളിച്ചു, ഒന്ന് ബഹുമാനിക്കാന്നൊക്കെ വിചാരിച്ചു. അപ്പൊ തന്നെ രഞ്ജിത്ത് പറഞ്ഞു, അങ്ങനെ ഒന്നും വിളിക്കണേ, എന്നെ രഞ്ജിത്ത് എന്ന് വിളിച്ചാൽ മതി. അപ്പൊ അങ്ങനെ പിന്നെ ഡാൻസ് പ്രാക്ടീസ്, പിന്നെ ഷൂട്ട്, പ്രൊമോഷൻസ്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ കമ്പനി ആയത് പ്രൊമോഷൻ ടൈമിലാണ്. സോ അങ്ങനെ നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രഞ്ജിത്തിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഇറങ്ങിയ സിനിമകളിൽ രഞ്ജിത്തിന്റെ സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു? സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗോളമാണ്. പക്ഷെ രഞ്ജിത്തിന്റെ പേഴ്സണൽ പെർഫോമൻസ് വൈസ് എനിക്ക് ഖൽബാണ് കുറച്ചുകൂടി ഇഷ്ടമായി. പക്ഷെ എനിക്ക് തോന്നുന്നു പേഴ്സണലി സിനിമ UK വെച്ചിട്ട് രഞ്ജിത്തിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അതായിട്ടാണ് തോന്നുന്നത്. നായിക ബേസിക്കലി ഒരു ഡാൻസർ ആണ്. UK വരുമ്പം ഡാൻസ് ചെയ്യാനുള്ള എബിലിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? അതെ, ഇപ്പം സിനിമയുടെ രസമാല എന്നൊരു സോങ് റിലീസായിരുന്നു. അപ്പൊ അതില് ഒരു ഫുൾ ലെങ്ത് ഡാൻസ് സോങ് ആണത്. അപ്പൊ അത് മാക്സിമം ആക്ച്വലി സിനിമയിൽ എന്റെ എൻട്രി ആ സോങ് കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷെ ഓഡിഷനൊക്കെ കഴിഞ്ഞ് കൺഫേം ആയതിനു ശേഷം ഞാൻ ഡാൻസർ ആയതുകൊണ്ട് ആ ഒരു ചെറിയ സ്ക്രിപ്റ്റിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിലും എനിക്കൊരു ഭാഗമാവാൻ പറ്റി.
സന്തോഷം. മേഡം ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മോൻ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നാ മോനെ പഠിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. മോന്റെ ആഗ്രഹം ആക്ടർ ആവണമെന്നുള്ള ആഗ്രഹമാണ്. ഈ സിനിമയായിട്ട് കണക്ട് ചെയ്ത് തന്നെ ഈ പോകുന്നത് ആ ജീവിതം പോലെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ മോനെ മറ്റൊരു കലാകാരൻ എന്ന നിലയിൽ മോനോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. സിനിമയുടെ ഒരു അഭിനയം കഴിഞ്ഞ ഓരോ സിനിമ കൂടുതൽ എന്തൊക്കെയായി സംസാരിക്കാറുണ്ട്? ഞങ്ങൾ കുടുംബമായിട്ട് കലയെ സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പം ഞങ്ങൾ 2009 നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് ലോഞ്ച് ചെയ്യുന്നത്. പ്രണയമാണല്ലോ നമ്മുടെ ഫസ്റ്റ് ഫിലിം. അന്ന് രഞ്ജിത്ത് തീരെ കുഞ്ഞായിരുന്നു. പക്ഷേ രഞ്ജിത്ത് കൊച്ചിലെ തൊട്ട് ഒരു ആർട്ടിസ്റ്റാണ്. അവൻ നടക്കുന്നതിന് മുമ്പേ ഡാൻസ് ചെയ്യുന്നതാണ് എൻ്റെ അനുഭവം. മ്യൂസിക്കിനെ പറ്റിയാണെങ്കിലും ആർട്ടിനെ പറ്റിയാണെങ്കിലും നല്ലപോലെ വരയ്ക്കും. സോ ആർട്ടിസ്റ്റ് ഒത്തിരി പുള്ളിക്കാരൻ്റെ രഞ്ജിത്തിൻ്റെ ലൈഫിൻ്റെ ഒരു വെരി സെൻട്രൽ കോർ ആസ്പെക്റ്റാണ്. അപ്പം കൊച്ചിലെ തൊട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവനൊരു ആർട്ടിസ്റ്റാണ്. ബട്ട് അവൻ പഠിത്തത്തിൽ ഇൻ്റലിജൻ്റ് ആണ്, പക്ഷേ അക്കാഡമിക്കലി ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. അവൻ്റെ ഏറ്റവും ഹാപ്പി സ്പേസസ് പെർഫോമിങ്. ആ സമയത്താണ് അവൻ്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു സ്പേസ്. പഠിത്തം ഓഫ് കോഴ്സ് എഡ്യൂക്കേഷൻ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ബിക്കോസ് ഒരു ആക്ടറിൻ്റെ ഒരു സ്പേസ് ഭയങ്കര കോമ്പറ്റേറ്റീവ് ഒരു ഫീൽഡാണ്. അതിൽ നമുക്ക് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഫോൾ ബാക്ക് ചെയ്യാനായിട്ടൊരു ബേസിക് ക്വാളിഫിക്കേഷൻ വേണമെന്ന് ഞങ്ങൾ പേരൻസിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചോ. പക്ഷേ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡാൻസ് ക്ലബ് പ്രസിഡൻ്റ് ഒക്കെ ആയിരുന്നു. അപ്പം പെർഫോമിങ് പാരലലി എപ്പോഴും കൊണ്ടുപോയിട്ടുണ്ട്. കോളേജ് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വർക്ക്ഷോപ്സ്, മൂവീസ്, ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ പോയി പഠിച്ചിട്ടുണ്ട്. അപ്പം ആർട്ടിനെ മനസ്സിലാക്കി രഞ്ജിത്തിൻ്റെ കഴിവും അവൻ്റെ ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും മനസ്സിലാക്കി ഞങ്ങൾ പിള്ളേരുടെ ഞാൻ ഹാവ് 2 kids. രഞ്ജിത്താണ് മൂത്തത്, എൻ്റെ മോളാണ്. പുള്ളിക്കാരി നല്ല പാടും. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ആർട്ടിസ്റ്റിക് ടാലൻസിനെ ഞങ്ങൾ എപ്പോഴും എൻകറേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം ആസ് പേരൻസ് ചെയ്തിട്ടുണ്ട്. കൽബ് വേണ്ടത്ര തിയേറ്ററിൽ നമുക്ക് ഇരിക്കാനുണ്ട്. OTT വന്നപ്പം ഏറ്റവും നമുക്ക് സിനിമയായിട്ട് ആ സമയത്തൊരു വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു രഞ്ജിത്തിന്റെ അഭിനയം ഞാൻ ഇപ്പോഴും അദ്ദേഹം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കൽബ്. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ അവസാന സിനിമ എന്റെ കണ്ണു നിറയുന്ന സീനുകളായിരുന്നു. അതിന് ഞാൻ വീണ്ടും ചെയ്യുന്നു. അന്ന് തിയേറ്ററിൽ പരാജയപ്പെടുന്നു, പിന്നീട് OTT നല്ല വിജയം വരും. ആ സമയത്ത് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രൊഡ്യൂസേഴ്സ് എന്ന നിലയിലും അല്ലാതെ ഒരു നല്ല സിനിമ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം, ഇത് രണ്ടും ഒരു വലിയ വിഷമം തന്നെയാണ്. അപ്പം തിയേറ്ററിൽ അത്ര ഒരു സക്സസ്ഫുൾ റൺ ഇല്ലായിരുന്നു. അപ്പം നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ഭയങ്കര ഒരു സ്ട്രോങ് വിശ്വാസം ഉണ്ടായിരുന്നു. ഈ സിനിമ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റിയാൽ ഇറ്റ് വിൽ ടേക്ക് ഓഫ്. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മിറ്റഡ് ആയിട്ട് ഇറങ്ങിത്തിരിഞ്ഞ് സിനിമ തിരിച്ചെടുത്ത് OTTയിൽ നമ്മൾ പിച്ച് ചെയ്ത് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു റെസ്പോൺസ് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു നല്ല സിനിമ യങ്സ്റ്റേഴ്സും ചിൽഡ്രൻ എല്ലാവരും ഒരുപോലെ സ്വീകരിച്ച് ഏറ്റെടുത്ത് ഒത്തിരി സന്തോഷം. ഇതുപോലെ എത്രയോ സിനിമകൾ തിയേറ്റേഴ്സിൽ ചിലപ്പോൾ റൺ കിട്ടാതെ ആൾക്കാരിൽ എത്തിക്കപ്പെടാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് നല്ല സിനിമകളെ എല്ലാവരും, മീഡിയ ആണെങ്കിലും നിങ്ങളെല്ലാവരും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് ഒത്തിരി ഹാർഡ് വർക്ക്, ഏത് സിനിമയുടെ പിന്നിലും ഒത്തിരി ടെക്നീഷ്യൻസ്, കാസ്റ്റ് ആൻഡ് ക്രൂ, പ്രൊഡക്ഷൻ, ഒത്തിരി ആൾക്കാരുടെ ഹാർഡ് വർക്കും സമയവും എഫേർട്ടും എല്ലാം പോയിട്ടുണ്ട്. അപ്പം നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്യുക. UK ഒരു ശരിക്കും നമ്മുടെ കേരളത്തിൽ എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. അത് യങ്സ്റ്റേഴ്സ്, പേരൻസ്, നമ്മുടെ സമൂഹം, നമ്മുടെ ലീഡേഴ്സ്, നമ്മൾ ഓരോരുത്തരും എല്ലാവരും പറഞ്ഞ പോലെ UK ഓരോ വ്യക്തികളും നമ്മുടെ എല്ലാ വീടുകളിലും ഒരാളെങ്കിലും കാണും. യങ്സ്റ്റേഴ്സിൻ്റെ ഓരോ ഇമോഷൻസ്, ഫാദർ സൺ റിലേഷൻഷിപ്പ്, കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച്
പ്രശ്നങ്ങൾ, അത് കാരണം നമ്മൾ തന്നെ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കുറേ ഇമോഷൻസ്, ഡ്രീംസ്, അങ്ങനത്തെ കുറേ ആസ്പെക്ട്സ്. പിന്നെ നമ്മളുടെ നാട് ഫേസ് ചെയ്യുന്ന ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം അഡ്രസ്സ് ചെയ്യുവാണ് ഈ സിനിമ. അതുകൊണ്ട് സിനിമയിൽ എസ്പെഷ്യലി ഈ കാലത്ത് ഒത്തിരി ടാലൻസ് നമ്മുടെ ചുറ്റുപാടുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് ഞങ്ങളുടെ മോനാണ്. രഞ്ജിത്തിന് നമ്മളൊരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നു. അവൻ്റെ കഴിവ്, അവൻ്റെ ഹാർഡ് വർക്കും കമ്മിറ്റ്മെൻറ്റും പെർഫോമൻസിലായിരിക്കും അതിൻ്റെ സക്സസ്. ഈ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അപ്പം ഞങ്ങൾ ശരിക്കും സിനിമ, അലക്സ് പറഞ്ഞ പോലെ വേറെ കുറേ മേഖലകൾ ബിസിനസ്സുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾക്ക് സിനിമ എന്ന് പറഞ്ഞതൊരു മണി മേക്കിംഗ് ഇൻഡസ്ട്രി ആയിട്ട് ഞങ്ങൾ കാണുന്നില്ല, ഒരു ബിസിനസ് മാത്രമായിട്ടല്ല. അതിലൊരു സ്നേഹവും പാഷനും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫിലിം പ്രൊഡക്ഷനിലോട്ട് വരുന്നത്. അലക്സ് പറഞ്ഞ പോലെ നമ്മളൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആവുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ പൈസ ചിലവാക്കുന്നു, ഒരു 10-100 ദിവസത്തിനകം വലിയൊരു തുക ചിലവാക്കുന്നു. പക്ഷെ അത് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു 100% ഗ്യാരണ്ടി ഒരിക്കലും നമുക്കില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളൊരു പ്രോജക്റ്റ് ചൂസ് ചെയ്യുമ്പം, അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ, ടെക്നീഷ്യൻസിനെ ചൂസ് ചെയ്യുമ്പം നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചൂസ് ചെയ്യുന്നത്. കോണ്ടന്റ്, ഫസ്റ്റ് തിങ് കോണ്ടന്റ്. എന്തുകൊണ്ട് നമ്മൾ ഈ കോണ്ടന്റ് ചെയ്യണം? നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ചിലപ്പോൾ ഈ സിനിമ എടുക്കാൻ ധൈര്യപ്പെട്ടത് എനിക്കൊരു ധൈര്യക്കുറവും ഇല്ല ഈ സിനിമ എടുക്കാൻ. ബിക്കോസ് നമ്മളൊരു മെസ്സേജ് മാത്രം കൺവേ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അതിനെ നമുക്ക് ഒരു ആൾക്കാരിൽ എത്തിക്കാൻ പറ്റും. പക്ഷേ ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യുമ്പം അതിൽ സിനിമ പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യാൻ കുറേ ആസ്പെക്ട്സ് ഉണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ്, ഇമോഷണൽ ഫാക്ടേഴ്സ്, കാണാൻ വിഷ്വലി ബ്യൂട്ടിഫുൾ സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, ഇതെല്ലാം കൂടെ ചേർന്നാണ് കമേഴ്ഷ്യലി ഒരു സക്സസ്ഫുൾ മൂവി ആവുന്നത്. അപ്പം ഈ ആസ്പെക്ട്സിനെല്ലാം നമ്മൾ ആവശ്യത്തിന് ഉള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഈ സിനിമയിൽ കമേഴ്ഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്, നല്ല ഇമോഷണൽസ് മോമെൻറ്റ്സ് ഉണ്ട്, യൂത്തിനെ അഡ്രിനാലിൻ പമ്പ് ചെയ്യാനുള്ള കുറച്ച് ആസ്പെക്ട്സ് ഉണ്ട്. അപ്പം കമേഴ്ഷ്യലി എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊള്ളുന്ന ഒരു സിനിമ തന്നെയാണ് UK. അപ്പോൾ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയിൽ ഇതിലും കുറേ ന്യൂ ആർട്ടിസ്റ്റിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുണ്ട്. സാരംഗിയുടെ ഫസ്റ്റ് ഫിലിമാണ്. ഞങ്ങൾ നമ്മുടെ പ്രോജക്ട്സിലെല്ലാം ന്യൂ ടെക്നീഷ്യൻസ്, ന്യൂ ഡയറക്ടേഴ്സ്, ആർട്ടിസ്റ്റിനെല്ലാം നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. ഓപ്പർച്യൂണിറ്റി ആണല്ലോ ഒരു ആർട്ടിസ്റ്റിനെ ബ്ലൂം ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം. സോ ആസ് എ ബാനർ ഫ്രേഗ്രന്റ് നേച്ചർ ക്രിയേഷൻസ്, ഫിലിം ക്രിയേഷൻസ്, ഞങ്ങൾ എപ്പോഴും ആ ഒരു പ്ലാറ്റ്ഫോം ഫോർ ഡിസേർവിംഗ് ടാലൻസ് തീർച്ചയായിട്ടും കാണും, സമീപിക്കാം. രഞ്ജിത്ത് ബ്രോ, അപ്പം യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയുടെ കോൺസെപ്റ്റും എല്ലാ ക്രിയേഷനും അരുൺ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ടൈറ്റിലോട്ട് വരുമ്പം ഞങ്ങൾക്ക് കുറേ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ ഒരു കോൺസെപ്റ്റ് വെരി റെലവൻ്റ് ആണ് നമ്മുടെ നാട്ടിൽ, വെരി റെലവൻറ്റ്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാട്ടിലെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റാണ് ഇത്. നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ നാളെ നമ്മൾ സഫർ ചെയ്യേണ്ടി വരും. അപ്പം ഈ കോൺസെപ്റ്റ് ഡിറൈവ് ചെയ്തതും ആ ക്യാച്ചി, ഒരു സിനിമയുടെ ടൈറ്റിൽ ക്യാച്ചി ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണല്ലോ. അപ്പോൾ ആ സബ്ജക്റ്റിനെ ഉൾക്കൊള്ളുന്ന ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടൈറ്റിലോട്ട് എത്തിച്ചേർന്നു. അരുൺ വേഗ അതിലൊത്തിരി സിനിമ സ്ക്രിപ്റ്റ് ചെയ്യുന്നതും അതിനെ ഈ രീതിയിലാക്കി എടുക്കാനും. പിന്നെ നമ്മളെല്ലാവരും ടീം വർക്കാണ്. അലക്സും സജീവും എൻ്റെ ഹസ്ബൻഡ് ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് അവർക്ക് ആ ഒരു ഫിലിമിനോടുള്ള പാഷൻ, അങ്ങനെ ഞങ്ങൾക്കൊരു സിനിമ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ UK യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് സക്സസ്ഫുൾ ആക്കണം.
23rd coming to theatres. ഇതിന്റെ ഏറെക്കുറെ ഉത്തരവാണ് അച്ഛൻ പറഞ്ഞത്. ഒരിക്കലും പബ്ലിസിറ്റി ഏറ്റവും വലിയ പബ്ലിസിറ്റി, അതിനെ വലിയൊരു പബ്ലിസിറ്റി. പിന്നെ കുറച്ച് നാള് വെളിച്ചത്തിൽ എടുക്കാൻ പറ്റുന്ന എന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് വെളിച്ചം അനുഭവപ്പെടും. അതായിരുന്നു കറക്റ്റെന്ന് പറയും. പറഞ്ഞ ആള് വിദഗ്ധനെന്ന് മനസ്സിലാക്കും. ആളുകൾ ജനം തിയേറ്ററിലേക്ക് കയറുന്നത് അവർക്ക് രസിക്കാനുള്ള ഉണ്ടോ സംഗതി ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ്. അവർ ഓരോ പടത്തിൽ നിന്ന് ഓരോന്ന് പ്രതീക്ഷിക്കും അല്ലേ. ഇപ്പം ദിലീപിന്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ നിന്ന് എന്താണോ ദിലീപ് സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. അവർ ഹാപ്പിയായിരുന്നു. അവർ അതുകൊണ്ടാണ് ഓരോ ദിവസം കഴിയുന്ന ഒരു കളക്ഷൻ ഗ്രോത്തായിരുന്നു. അപ്പോൾ അത് അനുഭവപ്പെട്ടതല്ലേ. മോനൊരു കോംപ്ലിമെന്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന മനുഷ്യൻ സത്യം. ഞാൻ കാര്യം പേരെന്നാ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയട്ടെ. അങ്ങേക്ക് ഒരുപാട് ഉത്തരങ്ങൾ നൽകാൻ എനിക്ക് സാധിക്കട്ടെ എന്നാണ് എന്റെ ഈ പരിവാർ സിനിമയിൽ ആളുകളായിരുന്നു തന്നെ പ്രൊഡക്ഷൻ ആയിരുന്നു. പുതിയ പുതിയ ആളുകൾക്ക് ടൈം കൊടുക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പുതിയ കഥകൾക്കാർ പുതിയ പുതിയ സംവിധാനത്തിന് സമയം കൊടുക്കുന്നു. അങ്ങനെ ഇനിയുള്ള ഒരു യാത്രയും അങ്ങനെ തന്നെയാണ്. ഒരു യുദ്ധത്തിൽ നിന്നാണ് അന്ന് വന്നത്. അത് ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ചിരുന്നു. അന്ന് നിന്ന് അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു അനുഭവം എങ്ങനെയാണ്? നേരിട്ട് കാണുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. സോ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ദിവസം നേരത്തെ യുകെന്റെ പ്രൊമോഷൻസിന് വേണ്ടി വന്നു. പക്ഷെ ഞാനുള്ള സമയത്ത് അവിടെ മോക്ക് ഡ്രിൽസ് നടക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു 8 മണി തൊട്ട് 10 മണി എല്ലാ ഇലക്ട്രിക്സും കട്ടാവും മോട്ടിൽ. പിന്നെ അവിടെ ഒരുപാട് പൊടിക്കാറ്റും ഉണ്ട്. പക്ഷെ എന്നാലും മൊത്തം ക്രൂ ഒന്നുകൂടി റീസ്റ്റേബിലൈസ് ചെയ്ത് നമ്മൾ ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. കാരണം ഞങ്ങൾ 10 ദിവസം ഷൂട്ട് ചെയ്തു. ഇനിയും കുറച്ച് 3 മാസം ബാക്കിയുണ്ട്. കാരണം ഇത് വലിയ പ്രോജക്റ്റാണ്. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് ഇങ്ങനത്തെ തടസ്സങ്ങൾ വന്നാല് നല്ല പ്രൊഡക്റ്റ് വരത്തുള്ളൂ. കഷ്ടപ്പാടില്ലാതെ ഒന്നും നേടാൻ പറ്റില്ല ഉറപ്പായിട്ടും. നമുക്ക് ഒരുപാട് വിട്ടുവീഴ്ചകൾ ഇല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കേണ്ട ഒരു പടമായി ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭയങ്കര ബിഗ് സ്കെയിൽ പടമാണ്. സോ ഓബ്വിയസ്ലി നമ്മൾ അതിന് എല്ലാവരും നമ്മൾ ഫുൾ കാസ്റ്റിംഗ് ടു ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കുക. അധികം വൈകാതെ തന്നെ ഷൂട്ടിലോട്ട് പിന്നെയും ഇറങ്ങും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അതൊരു വലിയ സിനിമയാണ്. അതെ, വലിയൊരു സിനിമയാണ്. എന്നെ സംബന്ധിച്ചോളം സിനിമകൾ വരുന്നവരും ഒരേ സിനിമകൾ വരുന്നുണ്ട്. രഞ്ജിത്തിനെ മറ്റ് പ്രൊഡ്യൂസർമാർ മറ്റ് ഡയറക്ടർമാർ രഞ്ജിത്തിനെ വേണ്ട പോലെ മലയാള സിനിമയിൽ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയൊന്നും തോന്നാറുണ്ട്? ഇല്ല, ആക്ച്വലി ഞാൻ ഇപ്പോൾ തമിഴ് പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ സൺ പിക്ചേഴ്സിന് വേണ്ടി. പിന്നെ വേറൊരു മലയാളം പടത്തിന്റെ ഷൂട്ട് തുടങ്ങി. പിന്നെ അതിപ്പം കുറച്ചൊന്ന് ഒരു സ്കെഡ്യൂൾ ബ്രേക്ക് വന്ന് വന്നേക്കൊന്ന് കണ്ടുകൊണ്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ മേഖല എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥാനത്ത് നിന്നാൽ നമ്മൾ ഒരു സമയത്ത് നിന്നാൽ അവിടെ തന്നെ നിൽക്കണമെന്നൊരു ഗ്യാരണ്ടി ഇല്ല. ഒരു പുതിയ ആളും നമ്മൾ തട്ടിമാറ്റി നമ്മൾ പ്ലേസ് എടുക്കാം. നമ്മളെപ്പോഴും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഇരിക്കണം, തയ്യാറായിട്ടിരിക്കണം പണിയെടുക്കാൻ വേണ്ടി. ഐ മീൻ ഞാനിപ്പം 3 പടങ്ങൾ കഴിഞ്ഞതുള്ളൂ. ഇതന്നെ 4ാമത്തെ പടം. എന്റെ സമയം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് എന്റേതായ ഒരു അടയാളം മലയാളം മനസ്സിൽ ഉണ്ടാക്കണം. അതിന് ഒരു വാശിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഞാൻ ഇവിടുത്തെ എന്റേതായിട്ട് ഒരു അടയാളം ഉണ്ടാക്കാൻ എനിക്ക് ഉറപ്പുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ. സോ ആ വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നത്. ഉറപ്പായിട്ടും ഞാൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരുപാട് പെയർ സീക്വൻസസിൽ ചിലപ്പം ഡയലോഗ് പറയുന്ന രീതിയായാലും ചില ഇമോഷൻ പറഞ്ഞ ചിലപ്പോൾ നിർത്തി സസ്റ്റെയിൻ ചെയ്യാനൊക്കെ ചിലപ്പോൾ ഞാൻ ആ സീൻ അഭിനയിക്കുമ്പോൾ ഞാനത് ഓർക്കാറില്ല. പക്ഷെ പുള്ളി ഇത്രയും എക്സ്പീരിയൻസ് ആണ്. പുള്ളി എപ്പോഴും കൂടെ പറയാറുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ മോനിപ്പം ഇങ്ങനെ തന്നെ ചെയ്ത കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ചെയ്ത കുറച്ചുകൂടെ വിഷ്വലി സമയം ചിലപ്പോൾ കട്ട് ചെയ്യാൻ കുറച്ചുകൂടെ സമയം കിട്ടും. അങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങൾ നടക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ഭാഗ്യമായിട്ട് കരുതുന്നത്. ഇപ്പം എന്റെ കഴിഞ്ഞ 2 പടങ്ങളായാലും സിദ്ദിഖിനോട് വർക്ക് ചെയ്യാൻ പറ്റി. ഇത്രയും പെട്ടെന്ന് ആക്ടർ. ഇപ്പം ജോൺ ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോഴും നല്ലൊരു പുതിയ ആക്ടർ തന്നെയാണ്. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഇത്രയും വെറ്ററൻ ആക്ടേഴ്സിൻ്റെ കൂടെ ഇത്രയും ഇൻഡസ്ട്രി ഇത്രയും നാളുള്ള ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസും ഗൈഡൻസും കിട്ടാവുന്നത് നിസ്സാര കാര്യമില്ല. അത് ഞാൻ എല്ലാ പടത്തിലും ഞാൻ ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ അടുത്ത പടത്തിലോട്ട് പോകുന്നു. സോ ഒരു വലിയ ഭാഗമായിട്ട് ഞാൻ കരുതുന്നത് മൊത്തമായിട്ട്. പറഞ്ഞതുപോലെ എനിക്ക് ആ ഒരു സാധനം പറഞ്ഞൊരു പോയിന്റാണ്. എനിക്ക് ഇവിടെ നിൽക്കണം, എനിക്ക് തെളിയിക്കണം എന്നുള്ള അങ്ങനെ ഒരു വലിയ ധൈര്യത്തോടുകൂടിയാണ് രഞ്ജിത്ത് പറയുന്നത്. ആ ഒരു കലാകാരൻ പറയുകയാണ്. അതൊരു എനിക്കൊരു ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ആ കലാകാരന്റെ ആഗ്രഹമാണ് മലയാള സിനിമയിൽ എന്റെ ഒരു പേര് അടയാളപ്പെടുത്തുന്നത്. വളരെ ഒരു സീനിയർ എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താ തോന്നുന്നത് ആ ഒരു വാക്കിൽ? ഞാൻ നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. അതായത് രഞ്ജിത്ത് സിനിമ അല്ലാതെ വേറൊന്നും ചിന്തിക്കുന്നില്ല. നേരത്തെ തന്നെ സീൻസ് മനസ്സിലാക്കുന്നു. എല്ലാം കൃത്യമാണ്, സമയത്ത് കൃത്യമായി വരുന്നു. അതിനുവേണ്ടി ഭയങ്കര ഡെഡിക്കേഷനാണ്.
ഇതിനെ ഉഴപ്പാനല്ല. എനിക്കൊന്നും രഞ്ജിത്ത് ചിലപ്പോൾ പഠിച്ച് വേറൊരു നിലയിലൊക്കെ എത്തേണ്ട ആളായിരിക്കാം. പക്ഷെ രഞ്ജിത്ത് തീരുമാനിച്ചത് മതി എന്ന് തീരുമാനിച്ചു. ഇവിടെ ടോപ്പായിട്ട് എത്താനുള്ള ഹാർഡ് വർക്ക് അദ്ദേഹം ശരിക്കും ചെയ്യുന്നുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും രഞ്ജിത്ത് ഇപ്പം പറഞ്ഞതിന് മുകളിൽ രഞ്ജിത്തിനെ ഇവിടെ നമ്മളെ കൊണ്ടെത്തേക്കും. അതിനൊപ്പം അങ്ങനെ അറിയാം, ഉഴപ്പൊന്നുമില്ല. നമ്മളൊരു എന്താണ് നമ്മുടെ മക്കളിലുള്ള വിശ്വാസം, നമ്മുടെ മക്കൾ പണിയെടുക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മളെ പറ്റിച്ചാലോ നമുക്ക് ഇതെന്താണ് അഭിനയിക്കുന്നില്ല, വേറെ കാര്യങ്ങൾ ചിന്തിച്ച് നടക്കുന്നു, എന്നിട്ട് അത് നടനാവണമെന്നുള്ളത് അങ്ങനല്ല. ഫുൾ നിങ്ങൾ ഫൈറ്റ് കണ്ടില്ലേ, എക്സ്പീരിയൻസ് അല്ലാത്ത ആളാന്ന് പറയുമോ, ഡാൻസ് കണ്ടില്ലേ എന്ന് പറയുമോ. അതുപോലെ തന്നെ അതിനകത്ത് ഇമോഷൻ റിലീസും മറ്റുള്ളതല്ല. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യം ഉറപ്പാണ്, ഞാൻ കൂടെ നിന്ന് നോക്കിക്കണ്ട കുറേ ആളുകളെ ഇതിനു മുമ്പ് നോക്കിക്കണ്ട ആളുകളിൽ ഞാൻ ഉറപ്പ് തരുന്നു, മലയാള സിനിമയ്ക്ക് മികച്ച ഒരു വാഗ്ദാനം തന്നെയായിരിക്കും. എനിക്ക് ഞാൻ സൂചിപ്പിക്കുന്നതല്ല, സൂചിപ്പിക്കുന്ന പരിപാടി എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്രയ്ക്ക് ആളുകൾ ഇഷ്ടപ്പെടും, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. വലിയ ബ്ലെസ്സിംഗ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ കാരണം ജോർജനെ പോലുള്ള ആക്ടേഴ്സ് ഇങ്ങനെ ഒരു കമന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിംഗ് ആണ്. ഒരു ആക്ടറുടെ ലൈഫ് എന്ന് പറഞ്ഞത് അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പം താങ്കളെ പോലെ എനിക്ക് പേഴ്സണൽ നല്ല പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള ഒരു ആക്ടറാണ് താങ്കൾ, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. അപ്പം ശരിക്കും ഏതെങ്കിലും ഒരു പോയിന്റിൽ, കാരണം മലയാളത്തിൽ തന്നെ ഇതേപോലെ പല ആക്ടേഴ്സ് കേരളത്തിലുള്ള ആക്ടേഴ്സ് വന്നിട്ട് സ്പേസ് കിട്ടാതെ മറ്റു ലാംഗ്വേജിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരുപാട് ആക്ടേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ, തോന്നിയിട്ടുണ്ടോ എനിക്ക് മറ്റു ലാംഗ്വേജിൽ കൂടെ എക്സ്പ്ലോർ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സ്പേസ് കിട്ടുന്നത് അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ തമിഴ് പടം ചെയ്തെങ്കിലും എനിക്ക് ശരിക്കും ഈ മലയാളം ഇൻഡസ്ട്രിയിലുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതിൽ ഇറങ്ങിത്തിരിച്ചത്. കാരണം ഇപ്പം ഞാനിപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്, ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രി വളരെ ചെറിയ ഇൻഡസ്ട്രി, പക്ഷെ നമ്മുടെ കോണ്ടന്റ് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം അറിയുന്ന ഒരു ക്വാളിറ്റി ഒരു കോണ്ടന്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കതിൻ്റെ ചിലപ്പോൾ നമുക്ക് അധികം റിസോഴ്സസ് ഇല്ല, അത്രയും വലിയ ബഡ്ജറ്റ് ഒരു മറ്റേ അന്യഭാഷ ലാംഗ്വേജസ് എടുക്കുന്ന ഒരു രീതിയിൽ എടുക്കാൻ വേണ്ടി. സോ എനിക്ക് എപ്പോഴെങ്കിലും ഇന്നലെ നാളെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രീനെ ഒരു 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 നില വരെ എത്തിക്കണമെന്ന് എനിക്കൊരു ആവശ്യമുണ്ട്. കാരണം നമുക്കതിന്റെ പൊട്ടൻഷ്യൽ ഉണ്ട്, നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും നമ്മുടെ ആക്ടേഴ്സ് ആയാലും നമ്മുടെ മൊത്തം ക്രൂ ആയാലും, പക്ഷെ നമുക്കതിന്റെ റിസോഴ്സസ് ഇല്ല. സോ നമ്മളിങ്ങനെ നല്ല പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന, നല്ല കഥാപാത്രം ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടും. ഇനി ആ ശ്രദ്ധ കൊണ്ട് നമുക്ക് കുറച്ചും റിസോഴ്സസ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഡെഫിനറ്റ്ലി എനിക്ക് അത്യാവശ്യം ഞാനൊരു മലയാളിയാണ്, എനിക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം. അതെന്റെ ഒരു ബ്രോ, ഇപ്പം UK ഒക്കെ ട്രെയിലർ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ബ്രോയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുടെ കമന്റ് കാണാം. അതിൽ ഇവര് കൽബിനെ പറ്റിയാണെങ്കിലും ഗോളത്തിനെ പറ്റിയാണെങ്കിലും മെൻഷൻ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ല, 3 സിനിമകളാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പം ഈ ഒരു പുതിയൊരു നടൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ ഇത്ര ആളുകളുടെ ഒരു സ്നേഹം പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ ഇവര് തരുന്ന ഒരു ആസ്പയറന്റ് ആക്ടറാണ്. അപ്പം ഇവരുടെ ഈ ഒരു സപ്പോർട്ടിന് തിരിച്ചൊരു മറുപടി അല്ലെങ്കിൽ റിപ്ലൈ ആയിട്ട് അവരോട് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്? നിങ്ങൾ കാരണം എനിക്ക് നിലനിൽക്കാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ അത് വേണ്ടതൊരു പ്രേക്ഷകരെ തീരുമാനിക്കുന്ന ഒരു നടൻ അവിടെ നിലനിൽക്കണോ വേണ്ടത്. കാരണം ഇവരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ കൊച്ചിലെ കണ്ടു വളർന്ന ആക്ടേഴ്സും സിനിമകളും ഞാൻ ഒരു കൊച്ചിന് എന്നെ ഇൻസ്പയർ ചെയ്തു ഈ മേഖലയിൽ ഒരു കാല് വെക്കാൻ വേണ്ടി. അതുപോലെ എനിക്ക് ഒരാളെയോ വ്യക്തികളോ എനിക്ക് ചെയ്യാൻ പറ്റി, അത് വളരെ ഭാഗ്യമായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നത്. കാരണം നമ്മൾ ആക്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമോ ഇൻഫ്ലുവൻസ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഒരു ക്യാരക്ടർ മതി അത് ചിലപ്പം അവരുടെ മനസ്സിൽ പറ്റിയിരിക്കാൻ വേണ്ടി. ഇപ്പം എനിക്ക് കൽബ്, കാരണം ഇപ്പോഴും ഞങ്ങൾ മിനിഞ്ഞാന്ന് കോഴിക്കോട് ബീച്ചിൽ പോയായിരുന്നു പ്രൊമോഷന് വേണ്ടി. ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ കുഞ്ഞു പിള്ളേർ വന്ന് തന്നെ കാൽബോ എന്നാണ് വിളിക്കുന്നത്, എൻ്റെ പേര് അറിയത്തില്ല. പക്ഷെ എനിക്ക് അത് മതി സത്യം പറഞ്ഞാൽ. കാരണം ആ ക്യാരക്ടർ അവരുടെ നെഞ്ചിൽ പന്നി ഇരിക്കുക. ശരിക്കും വേറെ ഒന്നും എനിക്ക് വേണ്ട. കാരണം ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ അതിനേക്കും കാലം നമ്മുടെ ക്യാരക്ടേഴ്സിനെ അവർ അപ്രിഷിയേറ്റ് ചെയ്യുക, ആ ക്യാരക്ടേഴ്സ് ഉൾക്കൊള്ളുക, അത് മതി സത്യം പറഞ്ഞത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ കാരണമാണ് ഞാൻ നിൽക്കുന്നത്. ഇനിയും എനിക്ക് നല്ല പഠനങ്ങൾ ചെയ്ത് നിങ്ങൾ എന്റർടൈൻ ചെയ്യണമെന്നുണ്ട്, ഒരു ആക്ടറായിട്ട് വളരണമെന്നുണ്ട്. സോ അതിനുവേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ ഇതുവരെ ചെയ്ത പോലെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ജേർണിയിൽ മുന്നോട്ട്, അത്രയും പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ സിനിമ വലിയ വിജയം മാറട്ടെ. നല്ല സിനിമകൾ ഒരിക്കലും മലയാളം കൈവിട്ടിട്ടില്ല. ഇത് അതുപോലെ ഒരു വലിയ ഹിറ്റായി മാറട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ ഇത് തീർച്ചയായിട്ടും നിങ്ങളെ അങ്ങനത്തെ സപ്പോർട്ട് വേണം, എന്നോട് ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട്.
പിന്നെ ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. UK ടീമിൻ്റെ ഒരു ബർത്ത്ഡേ വിഷ്. ഓക്കെ, എല്ലാ മീഡിയ ആൾക്കാർക്കും ഒത്തിരി നന്ദി. നിങ്ങളുടെ സമയവും നിങ്ങളുടെ സപ്പോർട്ടും. ഇനി റിലീസാവുകയാണ് 23rd. അപ്പം എല്ലാവരും നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ കൺവേ ചെയ്യുന്ന മെസ്സേജസ് ആണ് ആൾക്കാരിൽ എത്തുന്നത്. അതുകൊണ്ട് UK യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ഒരു വെരി സ്പെഷ്യൽ ഫിലിം. നമ്മുടെ കേരളത്തിൻ്റെ സിനിമയാണ്. നമ്മളെല്ലാവരും കാണേണ്ട സിനിമയാണ്. യങ്സ്റ്റേഴ്സ്, ചിൽഡ്രൻ, മുതിർന്നവർ എല്ലാവരും. അതുകൊണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തിയേറ്റേഴ്സിൽ പോയി ഈ സിനിമയെ വിജയിപ്പിക്കണം. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഈ സാരംഗി കളിച്ചതിൽ നന്നായിട്ട് ഞാൻ നാട്ടിൽ വെച്ചിട്ടുണ്ട്. ഭയങ്കര മെയ്യോടൊക്കെ വരുന്നു. അപ്പൊ അത് മിസ് ചെയ്തു. അപ്പൊ തിയേറ്ററിൽ പോയി കണ്ടാൽ ഇവിടെ കാണണോ? തീർച്ചയായിട്ടും